നമ്മുടെ മുമ്പിലുള്ളത് ആലുവ റൂറൽ SP ഇതേക്കുറിച്ച് പറഞ്ഞതാണ് തിയോഫിനുള്ളത്. അല്പം മുമ്പ് അവർ ഈ കേസന്വേഷണത്തെക്കുറിച്ച് സൂചിപ്പിച്ചു. പൊതുവായ വിവരങ്ങൾ എന്തൊക്കെയാണ്? അതടക്കം ഏറ്റവും പുതിയ വിവരങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ്? ശരത്ത്, നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പോക്സോ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയാത്തതുകൊണ്ട് ആ കേസുമായി ബന്ധപ്പെട്ട് എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്ന കാര്യങ്ങൾ മാത്രമാണ് റൂറൽ SP നമ്മളോട് പങ്കുവച്ചത്. നിലവിൽ ആ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ കേസിൽ വിശദമായ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. കുട്ടിയുടെ അതായത് പിതാവിൻ്റെയും കുടുംബങ്ങളിലുള്ള ബന്ധുക്കളെയൊക്കെ പരമാവധി പേരോട് വിവരങ്ങൾ തേടിയിട്ടുണ്ട്. ഇനിയും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനുണ്ട്. അത്തരത്തിലുള്ള അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ എല്ലാവരോടും അന്വേഷിക്കുന്നുണ്ട്. കേസിലെ അന്വേഷണം ശക്തമായി മുന്നോട്ട് പോകുന്നുണ്ട്. തുടർ നടപടികൾ പിന്നീട് അറിയിക്കാമെന്നാണ് റൂറൽ SP അറിയിച്ചത്. എന്തായാലും വലിയ രീതിയിലുള്ളൊരു ക്രൂരതയ്ക്കാണ് ഈ കുഞ്ഞ് ഇരയായത്. കാരണം കുഞ്ഞിൻ്റെ ഈ വീട്ടിൽ, അതായത് ഈ തിരുവാങ്കുളത്ത് ഉള്ള ഈ കുഞ്ഞിൻ്റെ വീട്ടിൽ ഇവരുടെ കുടുംബ വീട് തൊട്ടടുത്താണ്. അവിടെയാണ് ഈ കുട്ടി പീഡനത്തിന് ഇരയായിട്ടുള്ളത്. ഈ കുഞ്ഞിൻ്റെ കുടുംബം താമസിച്ചിരുന്നത് ഈ കുടുംബ വീടിനോട് ചേർന്ന് ഒരു പുതിയ വീട് വെച്ച് അല്പനാൾ മുമ്പ് അവർ താമസിച്ചിരുന്നതാണ്. ആ വീട്ടിൽ നിന്നും ഈ കുടുംബ വീട്ടിലേക്ക് കുട്ടികൾ എപ്പോഴും പോകാറുണ്ടായിരുന്നു. അതിനിടയിലാണ് ഈ പീഡനം ഉണ്ടായിട്ടുള്ളത്. ഈ കുട്ടിയുടെ പിതാവിൻ്റെ ഇളയ സഹോദരന്മാർ 2 പേരാണ്. അതിൽ ഇവരെല്ലാം ചോദ്യം ചെയ്തിരുന്നു. അങ്ങനെ ബന്ധുക്കളെ 3 പേരെയാണ് പ്രധാനമായും പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നത്. അതിനുശേഷമാണ് ഒരാളെ ഇതുമായി ബന്ധപ്പെട്ട കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത്. എന്തായാലും വലിയ ഒരു ക്രൂരമായ പീഡനത്തിന് കുട്ടി ഇരയായിട്ടുണ്ട് എന്ന് പോലീസിന് വ്യക്തമായിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ്. എല്ലാ രീതിയിലുള്ള തെളിവ് ശേഖരണം നടത്തണം. ഫോറൻസിക് പരിശോധന ഉൾപ്പെടെ നടത്തി കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്നാണ് പോലീസ് അറിയിക്കുന്നത്. ഒറ്റ കാര്യം കൂടി, അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടോ അതോ കസ്റ്റഡിയിലാണോ? ശരത്ത്, അറസ്റ്റ് രേഖപ്പെടുത്തിയെന്ന കാര്യം ഇപ്പോൾ വ്യക്തമാക്കിയിട്ടില്ല. നിലവിൽ പോലീസ് കസ്റ്റഡിയിൽ തന്നെയാണ്. എന്തായാലും വൈകാതെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് പോലീസ് അറിയിക്കുന്നത്. പക്ഷേ കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് ചില പരിമിതികളുണ്ട്. അതുകൊണ്ടാണ് ശരി, തിയോഫിനാണ് വിശദാംശങ്ങൾ ഇപ്പോൾ നൽകിയത്. ആലുവ റൂറൽ SP ആണ് അല്പം മുമ്പ് സംസാരിച്ചപ്പോൾ ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചത്. ഇപ്പോൾ പുറത്തു വന്ന വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളടക്കം ആണ് ഇപ്പോൾ തിയോഫിൻ പൊതുവിൽ സൂചിപ്പിച്ചതും.